എല്ലാവർക്കും കോട്ടയം സിവിൽ സർവീസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യുന്ന ആദ്യത്തെ ആർട്ടിക്കിൾ എന്തെന്ന് വെച്ചാൽ RK Vich IPS എഴുതിയിട്ടുള്ള An Acquittal with No Good But the Bad and the Ugly എന്ന ഒരു ആർട്ടിക്കിളാണ്. ഇതിന് അടിസ്ഥാനമായ സംഭവം എന്താണ് എന്ന് ആദ്യം നമുക്ക് പരിശോധിക്കാം. 2013 തെഹൽക്ക മാഗസിന്റെ ഫോർമർ ന്യൂസ് എഡിറ്റർ ആയിരുന്ന തരുൺ തേജ്പാൽ അവരുടെ നേതൃത്വത്തിൽ ഒരു ന്യൂസ് മാഗസിന്റെ ഒരു പ്രോഗ്രാം ഗോവയിൽ വെച്ച് നടത്തുന്നു. ഗോവയിൽ വെച്ച് അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റും അദ്ദേഹത്തിന്റെ സ്റ്റാഫുമായിട്ടുള്ള ഒരു വ്യക്തി ഷീ ഗോട്ട് അസോൾട്ടഡ്, സെക്ഷുവലി അസോൾട്ടഡ്. ആ ഒരു കേസിൽ നിന്നും അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയിട്ടുള്ള ഒരു ട്രയൽ കോടതിയുടെ വിധിയാണ് ഇപ്പോൾ ഉണ്ടാക്കിയ ഒരു ഫിറോറിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഈ കുറ്റവിമുക്തനാക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിനകത്തുണ്ടായിരിക്കുന്ന ചില എവിഡൻസ് ആക്ടുകളുടെ അല്ലെങ്കിൽ മാറ്റങ്ങൾ നമ്മളിവിടെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം 2002 172ാമത് ലോ കമ്മീഷൻ ഇന്ത്യ 2 പ്രധാനപ്പെട്ട ചേഞ്ചുകളാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത്. അതിൽ ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ ദ ആക്ട് വാസ് അമെൻഡ് ടു പ്രൊഹിബിറ്റ് ദ ഡിഫൻസ് കൗൺസിൽ ഫ്രം ആസ്കിംഗ് ക്വസ്റ്റ്യൻസ് ടു ദ പ്രോസിക്യൂട്രിക്സ് in rape cases about her general character to impeach her credibility. ഒരു കേസ് ആകുമ്പോൾ അതിനകത്ത് 2 ആളുകളുടെ വാദിഭാഗം ഉണ്ടാകും, പ്രതിഭാഗം ഉണ്ടാകും. ഇതിനകത്ത് പ്രതിഭാഗത്തിന് അല്ലെങ്കിൽ ഡിഫൻസ് ലോയേഴ്സിന് അല്ലെങ്കിൽ ഡിഫൻസ് കൗൺസിലിന് ഈ പ്രോസിക്യൂട്രിക്സിനോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശമില്ല. എന്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശമില്ല. അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ ജനറൽ കാറ്റഗറി അല്ലെങ്കിൽ ക്യാരക്ടറിനെ അസാസിനേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള അവകാശം ആർക്കില്ല, ഡിഫൻസ് കൗൺസിലിനില്ല എന്ന രീതിയിലേക്ക് മാറ്റണം എന്ന ശുപാർശ കൊണ്ടുവന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട മാറ്റം എന്തായിരുന്നു വെച്ചാൽ ദ ഡിഫൻസ് വാസ് നോട്ട് പെർമിറ്റഡ് ടു പുട്ട് ക്വസ്റ്റ്യൻസ് ടു എ വിറ്റ്നസ് ഇൻ ദ ക്രോസ് എക്സാമിനേഷൻ അബൌട്ട് ദ ജനറൽ ഇമ്മോറൽ ക്യാരക്ടർ ഓഫ് ദി പ്രോസിക്യൂട്രിക്സ് ആൻഡ് ടു അഡ്യൂസ് എവിഡൻസ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രതിഭാഗത്തിന് അല്ലെങ്കിൽ വാദിഭാഗത്തിനും എന്തുണ്ടാകും, സാക്ഷി വിസ്താരം ഉണ്ടാകും. സാക്ഷി വിസ്താരത്തിൽ ഈ ഡിഫൻസ് ലോയർക്ക് ക്രോസ് എക്സാമിനേഷൻ നടത്തുന്ന സമയത്ത് ഈ വ്യക്തിയുടെ അല്ലെങ്കിൽ വിറ്റ്നസിന്റെ ഈ പ്രോസിക്യൂട്രിക്സിന്റെ ക്യാരക്ടർ അസാസിനേഷൻ നടത്താനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള അവകാശം ഉണ്ടാവുന്നില്ല. അതായത് 2 പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഇവിടെ ഉണ്ടായത്. ഒന്ന്, ഡിഫൻസ് കൗൺസിലിന് ഈ വ്യക്തിയുടെ അല്ലെങ്കിൽ വിക്ടിമിന്റെ ജനറൽ ക്യാരക്ടറിനെ ഇംപീച്ച് ചെയ്യുന്ന തരത്തിൽ അല്ലെങ്കിൽ അവരുടെ ക്രെഡിബിലിറ്റിയെ ക്രെഡിബിലിറ്റി ഇടിച്ചു താക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ സ്ത്രീ ഒരു അബദ്ധസഞ്ചാരി ആണ് എന്ന് വരുത്തി തീർക്കുമെന്ന ഇന്റൻഷനോട് കൂടിയുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള അവകാശം ആർക്കില്ല, ഡിഫൻസ് കൗൺസിലിനില്ല. രണ്ടാമത്, ഇതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള സാക്ഷി വിസ്താരത്തിന്റെ സമയത്ത് ക്രോസ് എക്സാമിനിങ്ങിന്റെ സമയത്ത് ഈ അഡ്വക്കേറ്റിന് അല്ലെങ്കിൽ ഡിഫൻസ് കൗൺസിലിന് ആ വിറ്റ്നസിനോട് അല്ലെങ്കിൽ സാക്ഷിയോട് ഏതെങ്കിലും തരത്തിലുള്ള ഈ സ്ത്രീയുടെ അല്ലെങ്കിൽ ഈ വിറ്റ്നസിന്റെ സ്വഭാവ ദൂഷ്യത്തിനെ എവിഡൻസ് ആക്കി എടുക്കത്തക്ക രീതിയിലുള്ള അല്ലെങ്കിൽ അതിനെ പ്രൊജക്റ്റ് ചെയ്യുവാനും എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള ചോദ്യങ്ങൾ ചോദിക്കുക എന്നതും എന്തല്ല ഈ ഒരു മേഖലയിൽ ഡിഫൻസ് കൗൺസിലിന്റെ അവകാശമോ അല്ലെങ്കിൽ അധികാരമോ അല്ല. ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഹൈപ്പോത്തറ്റിക്കലി assumed that the survivor had a sexual relation with someone, it does not give any person the license to sexually assault her. Even though ആ പർട്ടിക്കുലർ വ്യക്തിക്ക് അല്ലെങ്കിൽ ഈ വിക്ടിമിന് ആ ഒരു ഇൻസിഡന്റിന് മുൻപും അത് ആ സ്ത്രീക്കും അല്ലെങ്കിൽ മറ്റാരോടെങ്കിലുമോ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ട് എന്ന ഒരു കാരണത്താൽ, ഈവൻ ദോ അത് അബദ്ധസഞ്ചാരമാണെങ്കിൽ പോലും അത് മറ്റൊരു വ്യക്തിക്ക് ഈ സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിന് മുകളിൽ കടന്നു കയറാനുള്ള ലൈസൻസ് അല്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സോൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പൊ ചിലപ്പോൾ ഒരു മോശമായിട്ട് അല്ലെങ്കിൽ മോശം സ്ത്രീയാണ് എന്ന് തന്നെ ആണെങ്കിൽ പോലും ആ വ്യക്തി അങ്ങനെ ആയതുകൊണ്ട് ഇത് ഈ കുറ്റവാളിക്ക് അല്ലെങ്കിൽ ഈ പ്രതി ചേർക്കപ്പെട്ട വ്യക്തിക്ക് ആ തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യം എടുക്കുവാനോ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിന് മുകളിൽ കടന്നു കയറുവാനോ ഉള്ള അവകാശം ഉണ്ടാവുന്നില്ല. ഇതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. The Supreme Court of India has repeatedly said that the purpose of cross-examining a survivor of rape is not to humiliate her, but to get to the truth of the case. സുപ്രീം കോടതി വീണ്ടും മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യു ഹാവ് ദ റൈറ്റ് ടു ക്രോസ് എക്സാമിൻ, but you have no right to humiliate her character.
അതായത് ഈ നിങ്ങൾ സത്യം തേടുവാൻ വേണ്ടുന്ന അല്ലെങ്കിൽ സത്യം തേടുവാനുള്ള ഒരു ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. ഒരു കേസ് സത്യമാണോ അല്ലയോ എന്ന് തെളിയിക്കാനുള്ള അവകാശം ഡിഫൻസ് ലോയറിനുണ്ട്. പക്ഷെ എന്തില്ല, ആ വ്യക്തിയുടെ സ്വഭാവ ദൂഷ്യം എടുത്തു കാണിക്കുക അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സ്വഭാവത്തിനെ അസാസിനേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്യാരക്ടർ അസാസിനേഷൻ എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടുള്ള ഒരു ക്രോസ് എക്സാമിനിങ്ങോ ആരുടെ അവകാശമല്ല, ഡിഫൻസ് കൗൺസിലിന്റെ അവകാശമല്ല. ഇതാണ് ഇതിന്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ സ്ത്രീയുടെ മുൻകാലത്തിലുള്ള അല്ലെങ്കിൽ ഈ സ്ത്രീക്കും ഈ പുരുഷനും തമ്മിലുള്ള മുൻകാല ബന്ധങ്ങൾ പോലും എന്താവുന്നില്ല, ഓരോ നിമിഷത്തിലും അല്ലെങ്കിൽ ഓരോ സാധ്യതകളിലും ഈ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയിൽ തമ്മിലുള്ള റിലേഷൻഷിപ്പിനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അസോൾട്ടിനോ ലൈസൻസ് ആവുന്നില്ല. അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം നമ്മൾ ഒന്നുകൂടെ നോക്കാം. പ്രധാനപ്പെട്ട ചേഞ്ചുകൾ 172ാമത് ലോ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തിരുന്ന 2 പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. അതിന്റെ ലക്ഷ്യങ്ങൾ എന്താണ് എന്ന് നമുക്ക് രണ്ടാമത് പറയാം. ഒന്ന്, ദി ആക്ട് വാസ് അമെൻഡഡ് ടു പ്രൊഹിബിറ്റ് ദ ഡിഫൻസ് കൗൺസിൽ ഫ്രം ആസ്കിംഗ് ക്വസ്റ്റ്യൻസ് ടു പ്രോസിക്യൂട്രിക്സ് ഇൻ ദ റേപ്പ് കേസ് അബൌട്ട് ഹർ ജനറൽ ക്യാരക്ടർ ടു ഇംപീച്ച് ഹിസ് ക്രെഡിബിലിറ്റി. അതായത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ വിറ്റ്നസിന്റെ സ്വഭാവ ദൂഷ്യം സ്ഥാപിക്കുന്ന ഉദ്ദേശത്തോടു കൂടി പ്രോസിക്യൂട്രിക്സിനോട് ചോദ്യം ചോദിക്കാനുള്ള അവകാശം ഡിഫൻസ് കൗൺസിലിനില്ല. 2, ഈ ഡിഫൻസിന് എന്താണ്, ക്രോസ് എക്സാമിനിങ്ങിന്റെ സമയത്ത് ഏതെങ്കിലും വിറ്റ്നസിനോട് ഇതേ ഉദ്ദേശത്തോടു കൂടി, അതായത് ഈ പ്രോസിക്യൂട്രിക്സിന്റെ സ്വഭാവശുദ്ധിയെ ഇംപീച്ച് ചെയ്യാൻ വേണ്ടുന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് ഒരു ചോദ്യം ചെയ്യാനുള്ള അല്ലെങ്കിൽ ഡിഫൻസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ക്രോസ് എക്സാമിൻ ചെയ്യാനുള്ള അവകാശമില്ല. ഇത് എന്തിനു വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ സ്ത്രീക്ക് മുൻകാലത്ത് ഏതെങ്കിലും ഒരു അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സെക്ഷുവൽ ഓറിയന്റേഷൻ ഉണ്ട് അല്ലെങ്കിൽ സെക്ഷുവൽ റിലേഷൻഷിപ്പ് വിത്ത് എനിബഡി ഉണ്ട് എന്ന ഒരു കാരണം കൊണ്ട് ഒരു തേർഡ് പാർട്ടിക്ക് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് തന്നെ ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു വിറ്റ്നസിന്റെ ഈ പ്രോസിക്യൂട്രിക്സിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറുവാനോ അവരെ അസോൾട്ട് ചെയ്യാനോ ഉള്ള സ്വാതന്ത്ര്യമില്ല. അതുപോലെ തന്നെ സുപ്രീം കോർട്ട് റിപ്പീറ്റഡ്ലി സെഡ് ദാറ്റ് ദ പർപ്പസ് ഓഫ് ക്രോസ് എക്സാമിനിങ് എന്താണ് എന്നും പറയുന്നുണ്ട്. എന്താണ് ഈ പർപ്പസ് ഓഫ് ക്രോസ് എക്സാമിനിങ്? സത്യം കണ്ടെത്തുക എന്നത് മാത്രമാവണം ക്രോസ് എക്സാമിനിങ്, അല്ലാതെ വ്യക്തിഹത്യയിലേക്ക് ആവരുത് എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസ് ആയിരുന്നു സുപ്രീം കോർട്ട് ഇൻ അപർണ ഭട്ട് ആൻഡ് വേഴ്സസ് ദ സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ് ആൻഡ് അതേഴ്സ് 2021 specifically said that court should desist from expressing any stereotype opinion in words spoken during proceedings or in the course of judicial order about women. എന്താണ് ഈ സ്റ്റീരിയോടൈപ്പിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ സ്റ്റീരിയോടൈപ്പിക് ആയിട്ടുള്ള ഒപ്പീനിയൻ എന്താണ്? അതായത് the context of a survivor of a sexual assault cannot be cast a straight jacket formula. ഈ വ്യക്തിയുടെ സ്വഭാവം എന്ത് തന്നെയാണെങ്കിലും അവര് ആ തരത്തിൽ അല്ലെങ്കിൽ ഒരു ജഡ്ജ്മെന്റിലേക്ക് വരുമ്പോൾ ആ വ്യക്തിയുടെ അല്ലെങ്കിൽ സ്വഭാവ ദൂഷ്യത്തിനെ അല്ലെങ്കിൽ സ്വഭാവ ദൂഷ്യത്തിന്റെ കാരണമാവരുത് അല്ലെങ്കിൽ ആ സ്ത്രീ അങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, ഈ ഒരു കേസിൽ പറയാം, ആ സ്ത്രീ തരുൺ തേജ്പാൽ എന്ന എഡിറ്ററുടെ സ്റ്റാഫാണ്. അവരുടെ കീഴിൽ ജോലി ചെയ്യുന്നതായത് കൊണ്ട് തന്നെ ആ ജോലി നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഒരു പേടിയും ഈ സ്ത്രീക്ക് ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള പേടി ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്, അവൾ ഈ റിലേഷൻഷിപ്പിന് സമ്മതിച്ചു എന്ന ഒരു ധാരണയിൽ എത്താൻ പൊതുസമൂഹത്തിന് ഒരു വെമ്പലുണ്ട്. അതായത് ഈ ജോലി പോകാം, ഓക്കെ, ജോലി പോകാൻ എന്താണ് കുഴപ്പം, വേറെ ജോലി കിട്ടുമായിരുന്നല്ലോ, ഇങ്ങനെയുള്ള ഒപ്പീനിയൻ, ഡിഫറൻഷ്യൽ ഒപ്പീനിയൻ ഈ സൊസൈറ്റിയിൽ ഉയർന്നു വരാം. അപ്പൊ അത്തരത്തിലുള്ള സ്വഭാവം അല്ലെങ്കിൽ ഒപ്പീനിയൻ ഉയർന്നു വരുമ്പോൾ ജോബാണോ സ്വന്തം ആത്മാഭിമാനമാണോ വലുത് എന്ന ഒരു തുലാസിൽ വെച്ച് അളക്കുമ്പോൾ ഒരുപക്ഷെ പല ഒപ്പീനിയനും വരാം. പക്ഷെ അത്തരത്തിൽ എന്ത് തന്നെയുള്ള ഒരു സാഹചര്യമാണെങ്കിലും ശരി, എന്താണ്, അതൊരിക്കലും എന്തിലേക്ക് വരാൻ പാടില്ല, ഒരു സംശയത്തിന്റെ ആനുകൂല്യത്തിലേക്ക് വരാൻ പാടില്ല. അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി ടു stereotypical and patriarchal to expect a survivor to seem traumatized all the time in front of everyone. അപ്പൊ ആ തരത്തിലേക്ക് ആ സാഹചര്യത്തിൽ എത്തുമ്പോൾ ആ സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെയും ആ സ്ത്രീയുടെ ശാരീരിക സ്വാതന്ത്ര്യത്തെ പോലും ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന ഒരു നടപടിക്രമങ്ങളിലേക്ക് സിസ്റ്റം മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അപർണ ഭട്ട് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ് കേസിൽ പറഞ്ഞു, ഇത്തരത്തിലുള്ള സ്റ്റീരിയോടൈപ്പിക് ആയിട്ടുള്ള ഒരു സാഹചര്യവും ഒരു ചോദ്യവും ഒരു എക്സ്പ്രഷനും എവിടെ ഉണ്ടാകാൻ പാടില്ല during the process of judiciary or judicial order. Stereotyping excludes any individualized consideration of a person, actual circumstances and their abilities. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം എന്താണെന്ന് നോക്കാം. ചില സാഹചര്യങ്ങളിൽ
ഈ ഒരു പർട്ടിക്കുലർ കേസിൽ പല ആളുകളോടും പറഞ്ഞിരിക്കുന്നത് പലതരത്തിലുള്ള ഒരു സാഹചര്യമായിരിക്കും. അപ്പോൾ ആ ഒരു തരത്തിലുള്ള ഡിഫറൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു കേസ് കെട്ടിച്ചമച്ചതാണ് എന്നൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ പാടില്ല. ഒന്ന് എന്താണ്, ചിലപ്പോൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്ന ഒരു എക്സ്ട്രീം ആയിരിക്കില്ല ജുഡീഷ്യൽ ഓഫീസേഴ്സിനോട് പറയുന്നത്. ഇത്തരത്തിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതൊരിക്കലും എന്താവാൻ പാടില്ല, ഈ ഒരു സാഹചര്യത്തിലേക്ക് ആകാൻ പാടില്ല എന്നതാണ് ഓത്തറുടെ അഭിപ്രായം എന്ന് പറയുന്നത്. തേർഡ്, എവറി ഒമിഷൻ ഡസ് നോട്ട് അമൗണ്ട് ടു എ കോൺട്രഡിക്ഷൻ. Omission which by necessary implications lead to conflicting versions between the statements made before the police and the court would amount to contradiction. അതായത് പോലീസിനോട് പറഞ്ഞിരിക്കുന്ന സ്റ്റോറിയുടെ അത്രയും അല്ലെങ്കിൽ അതിനേക്കാൾ കൂടിയ എക്സ്ട്രീമിലേക്കായിരിക്കും ജുഡീഷ്യൽ ഓഫീസിൽ എത്തുന്നത് അല്ലെങ്കിൽ മറ്റൊരാളോട് പറയുന്നത്. അപ്പോൾ ഓരോ തവണയും ഈ സ്ത്രീ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഷീ വിൽ ബി അണ്ടർഗോയിങ് എ കൈൻഡ് ഓഫ് ട്രോമ. അത്തരത്തിലേക്കുള്ള വീണ്ടും വീണ്ടും ഒരു മെന്റൽ അഗണിയിലേക്കായിരിക്കും ആണ് ആ വ്യക്തി പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, അത്തരത്തിലുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ മൊഴികളിൽ ഉണ്ടാവുന്ന വൈരുദ്ധ്യം അല്ലെങ്കിൽ വ്യത്യസ്തത അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന ഇൻസിഡന്റിന്റെ എക്സ്ട്രീമിറ്റി പലപ്പോഴും വ്യത്യസ്തമാണ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയ ഒരു കോൺട്രാഡിക്ഷനിലേക്ക് ഈ സാഹചര്യം അല്ലെങ്കിൽ ഒരു സാധ്യതയിലേക്ക് കൺക്ലൂഡ് ചെയ്യരുത് എന്നുള്ളതാണ് ഒരു അടിസ്ഥാനപരമായിട്ട് എത്തിക്കലായിട്ട് ചിന്തിക്കേണ്ട മറ്റൊരു അവസ്ഥ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അല്ലെങ്കിൽ ജഡ്ജ്മെന്റിന്റെ സമയത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധേനയോ ആ വ്യക്തിയുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? സ്റ്റേറ്റിന്റെയും ജുഡീഷ്യറിയുടെയും ഉത്തരവാദിത്തമാണ്. ഒരു ജഡ്ജ്മെന്റിന്റെ ഒരു ഭാഗത്ത് പോലും ആ സ്ത്രീയുടെ ആ വിക്ടിമിന്റെ പേരോ അല്ലെങ്കിൽ അദ്ദേഹത്തെ തിരിച്ചറിയാൻ പറ്റുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഐഡന്റിറ്റിയോ ഇമെയിൽ ഐഡിയോ ഫോൺ നമ്പറോ ഒരു തരത്തിലുമുള്ള ഐഡന്റിറ്റിയുടെ ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. പകരം എന്ത് ചെയ്യാം? സുപ്രീം കോർട്ടിന്റെ സ്റ്റേറ്റ് ഓഫ് Punjab versus Ramdev Singh 2003 held that the name of the victim should not be mentioned in the judgments, be it of that court, high court or lower court, and she should be described as victim in the judgment. ജഡ്ജ്മെന്റിൽ ഒരിക്കലും ആ സ്ത്രീയുടെ പേരുണ്ടാവാൻ പാടില്ല, അത് അവരുടെ ഇമെയിൽ ഐഡി ഉണ്ടാകാൻ പാടില്ല, അഡ്രസ് ഉണ്ടാവാൻ പാടില്ല, ഒരു തരത്തിലും അവരുടെ അല്ലെങ്കിൽ ഭർത്താവിന്റെ പേരുണ്ടാവാൻ പാടില്ല. അവരെ തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു ഐഡന്റിറ്റിയുടെ സാഹചര്യവും എവിടെ ഉണ്ടാകാൻ പാടില്ല, ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ ജഡ്ജ്മെന്റിൽ ഉണ്ടാകാൻ പാടില്ല. അത്തരത്തിൽ പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു പ്രൊവിഷനാണ് ഇന്ത്യൻ പിനൽ കോഡ് വാസ് അമെൻഡഡ് ഇൻ 1983 ആൻഡ് ഡിസ്ക്ലോഷർ ഓഫ് ഐഡന്റിറ്റി ഓഫ് ദ സർവൈവർ ഓഫ് റേപ്പ് ബൈ എനിവൺ വാസ് മെയ്ഡ് പണിഷബിൾ അണ്ടർ എ ന്യൂലി ആഡഡ് സെക്ഷൻ 228A. അതിൻ പ്രകാരം ഒരു ആളുടെ ആ വിക്ടിം എന്നല്ലാതെ മറ്റൊരു തരത്തിലും ഒരാളുടെ പേരോ അഡ്രസ്സോ പുറത്താക്കുവാനുള്ള അവകാശം ആർക്കും ഉണ്ടാവുന്നില്ല അല്ലെങ്കിൽ അധികാരമില്ല. അത് അങ്ങനെ ഉണ്ടെങ്കിൽ അവർ ശിക്ഷാ നടപടികളൊക്കെ സ്വീകരിക്കേണ്ടി വരും. അതിന്റെ ഫോളോ അപ്പ് എന്നോണം the Supreme Court in the state of Punjab and versus Ramdev Singh 2003 held that the name of that victim should not be mentioned in the judgments beat of that court, high court or lower court, and she should be described as victim of the judgment. ഇത്തരത്തിലുള്ള ഒരു കവേർഡ് ആയിട്ടുള്ള ഒരു ആ സ്ത്രീയുടെ ജീവനും അല്ലെങ്കിൽ മൗലികമായ അവകാശത്തിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് അണ്ടർ ആർട്ടിക്കിൾ 21. അതിനകത്ത് എന്താണ്? ഡീസന്റ് ലൈഫ് ഉണ്ടാവും, അതിനകത്ത് ഒരു പ്രൈവസി ഉണ്ടാവും, ഒരു സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അവകാശവും ആ വ്യക്തിക്കുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഡീസൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് നമ്മുടെ സിസ്റ്റവും അല്ലെങ്കിൽ ജസ്റ്റിസ് അല്ലെങ്കിൽ സിസ്റ്റം എന്ന് പറയുന്നത് സംരക്ഷിച്ചു നിർത്തേണ്ട ഒരു സാഹചര്യം ആണ് അല്ലെങ്കിൽ സാഹചര്യത്തിലൂടെയാണ് പോകേണ്ടത്. എന്തുകൊണ്ടാണ്? വിൽ ഹാവ് ടു പ്രൊട്ടക്ട് ഹെർ ലൈഫ് ആസ് വെൽ. അപ്പാർട്ട് ഫ്രം ടു പ്രൊട്ടക്ട് സമ്മൺസ് ലൈഫ്, എന്താണ് ചെയ്യേണ്ടത്? ജുഡീഷ്യറിയുടെ ലക്ഷ്യം എന്താവണം? ഒരു സത്യം കണ്ടെത്തുക എന്നത് മാത്രമാവണം ലക്ഷ്യം. ജസ്റ്റിസ് ഷുഡ് ബി സോൾവ്ഡ്. അതാണ് ഈ ഒരു ആർട്ടിക്കിളിന്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റുകളായിട്ട് ആർ.കെ. വിച്ച് എഴുതി വെച്ചിരിക്കുന്ന ചില പോയിന്റുകൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ ആണ് നീഡഡ് ഫുൾ ഡിസ്ക്ലോഷർ ഓഫ് ഇലക്ട്രൽ ബോണ്ട്. നമുക്കറിയാം ഇലക്ട്രൽ ബോണ്ട് എന്താണ് എന്ന് നമുക്കറിയാം. അതായത് ഇവിടെ ഇന്ത്യക്കാരനായിട്ടുള്ള ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള ഒരു പേഴ്സൺ എ എന്നൊരാളുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ABC പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനി ഉണ്ട്. ഈ കമ്പനികൾക്ക് ഈ വ്യക്തിക്കോ ഈ കമ്പനികൾക്കോ എന്ത് ചെയ്യാം? യു ക്യാൻ കോൺട്രിബ്യൂട്ട് ടു എനി പൊളിറ്റിക്കൽ പാർട്ടീസ്. ഈ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് നേരിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? നേരിട്ട് പണം കൊടുക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ദേ ക്യാൻ ഗോ ടു SBI ബാങ്ക്. വർഷത്തിൽ 3 തവണ പോകാം, SBI ബാങ്കിൽ പോകാം.
ഏത് മാസമാണ്? ജാനുവരി, ജൂലൈ, ഒക്ടോബർ തുടങ്ങി 3 മാസങ്ങളിൽ ഏകദേശം 10 ദിവസത്തെ ഇലക്ടറൽ ബോണ്ട് സെല്ലിംഗ് SBI ബാങ്കിൽ നടക്കും. ഇവിടെ പോയതിനു ശേഷം എന്ത് ചെയ്യാം? 1000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ അല്ലെങ്കിൽ 1 ലക്ഷം രൂപ, 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 1 കോടി രൂപ വരെയുള്ള അല്ലെങ്കിൽ ഈ 1 കോടി വരെയുള്ള സംഖ്യകളുടെ മൾട്ടിപ്പിൾസിന്റെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കാം. അതിനുശേഷം ഇലക്ട്രൽ ബോണ്ട് ഷുഡ് ബി ഗിവൺ ടു ദിസ് പൊളിറ്റിക്കൽ പാർട്ടി. ഈ പൊളിറ്റിക്കൽ പാർട്ടി എന്ത് ചെയ്യും? പൊളിറ്റിക്കൽ പാർട്ടി വിൽ ബി സറണ്ടറിങ് ദിസ് ഇലക്ട്രൽ ബോണ്ട് ടു SBI. SBI എന്ത് ചെയ്യും? ഈ പണം അല്ലെങ്കിൽ ഇവർ കൊടുത്ത പണം എന്ത് ചെയ്യും? ഈ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടികളുടെ അക്കൗണ്ടിലേക്ക് ഈ പണം ട്രാൻസ്ഫർ ചെയ്യും. ഇതിനെയാണ് നമ്മൾ ഇലക്ട്രൽ ബോണ്ട് എന്ന് വിളിക്കുന്നത്. ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് എന്താണ്? ആളുകൾക്ക് നേരിട്ട് പണം കിട്ടുന്നില്ല, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് ഈ കമ്പനികൾ നേരിട്ട് പണം കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. വിച്ച് വിൽ ബി ആക്സിലറേറ്റിംഗ് എന്താണ് നമ്മളുടെ ജനാധിപത്യ സംവിധാനത്തെ വളർത്തുവാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ ഇലക്ട്രൽ ബോണ്ട്. ഇവിടെ ഇതിനകത്ത് ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 2014 ഭാരതീയ ജനതാ പാർട്ടിയെയും കോൺഗ്രസിനും എതിരെ കേസ് വന്നു. എന്തായിരുന്നു കേസ്? 1976 ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് പ്രകാരം ഒരു സംഘടനയ്ക്കും വിദേശത്ത് നിന്ന് എന്ത് ചെയ്യാൻ പാടില്ല? പണം സ്വീകരിക്കാനുള്ള അവകാശമില്ല. എന്നാൽ 2014 ഇരു പാർട്ടികളും വയലേറ്റ് ചെയ്യപ്പെടുകയും തൽക്കാലത്ത് ഇതിനെ റീഫോം ചെയ്ത് പുതിയ സെക്ഷൻസ് ഗവൺമെന്റ് കൊണ്ടുവരികയും ചെയ്തു. നേരത്തെ എന്താണ് ഈ രാജ്യത്തിലുണ്ടായിരുന്ന പ്രോഫിറ്റ് മേക്കിംഗ് ഡൊമസ്റ്റിക് കമ്പനീസ് കുഡ് കോൺട്രിബ്യൂട്ട് ടു പൊളിറ്റിക്കൽ പാർട്ടീസ്. പക്ഷെ ഇപ്പോൾ എന്താണ് സംഭവിക്കുക? ലോസ് മേക്കിംഗ് കമ്പനീസ് ക്യാൻ ഓൾസോ കോൺട്രിബ്യൂട്ട് ഇൻ ദിസ് ഇലക്ട്രൽ ബോണ്ട്. ഇവിടെ ചെറിയൊരു പ്രോബ്ലം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വീണ്ടും ചെയ്തെന്താണ്? ഫോറിൻ കമ്പനീസ് ഓർ കമ്പനീസ് വേർ ദ കൺട്രോളർ സ്റ്റേക്ക് വാസ് ഹെൽഡ് ബൈ എ ഫോറിൻ കമ്പനി കുഡിൻ കോൺട്രിബ്യൂട്ട്. നൗ ദേ ക്യാൻ. നേരത്തെ എന്തായിരുന്നു? 2 രീതിയിലാണ് ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഒന്ന്, വിദേശികളായിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ ഇന്ത്യൻ ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കാൻ പാടില്ല. രണ്ടാമത്തെ ഒരു സാധ്യത എന്തായിരുന്നു? പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനികൾക്ക് മാത്രമായിരുന്നു എന്ത് ചെയ്യാൻ പറ്റിക്കൊണ്ടിരുന്നത്? ഈ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കാൻ സാധിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? ഈ ലോസ് മേക്കിംഗ് കമ്പനികൾക്കും എന്ത് ചെയ്യാം? ഈ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കാം. അത് മാത്രമല്ല കാര്യം, വിദേശത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്ന മേജർ സ്റ്റേക്ക് വിദേശത്തുള്ള കമ്പനികൾക്കും എന്ത് ചെയ്യാം? ഈ ഒരു ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കാം. അതിനകത്ത് തന്നെ എന്താണ്? 2017 the then finance minister said anonymous cash donation to the political parties would be reduced from 20,000 to 2,000 to ensure greater transparency in the political funding. However, the concurrent in the introduction of electoral bonds brought a new form of anonymity to the thousands of crores of donations. ഇത് കൊണ്ടുവരുന്നതിന് മുമ്പ് ഗവൺമെന്റിന്റെ ഭാഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനോണിമസ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവരും. പക്ഷെ ഇതിനകത്ത് ഒരല്പം ക്ലാരിറ്റി കുറവാണ്. എവിടെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. ഈ ക്ലാരിറ്റി കുറവ് വരുന്നത് എവിടെയാണ്? ഒന്ന്, ഈ വാങ്ങിക്കുന്ന ആൾക്കാരും ഇതിന്റെ ഏറ്റവും വലിയ ഫണ്ടമെന്റൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊടുക്കുന്നയാൾ ഏത് പൊളിറ്റിക്കൽ പാർട്ടിക്കാണോ കൊടുക്കുന്നത് അതറിയാൻ പറ്റും. എന്നാൽ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് ഇത് ആരാണ് ഈ പണം കിട്ടിയത് എന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, പൊളിറ്റിക്കൽ പാർട്ടികൾ ഒരിക്കലും ഒരു കമ്പനിയോടോ ഒരു വ്യക്തിയോടോ ബയസ്ഡ് ആവുന്നില്ല എന്നതായിരുന്നു ഇതിന്റെ അട്രാക്ഷൻ ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ എന്താണ് ചെയ്യുന്നത്? ഈ ഒരു സാഹചര്യത്തെ ഒരു കാലാക്രമേണയിൽ എന്ത് ചെയ്തു? ഇറ്റ് ഡ്രാസ്റ്റിക്കലി റെഡ്യൂസ്ഡ് പബ്ലിക് ആൻഡ് ലെജിസ്ലേറ്റീവ് ഓവർസൈറ്റ്. അതായത് കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്, ഒരു സംഘടന SBI പോലുള്ള അല്ലെങ്കിൽ ഈ ഒരു ഇലക്ട്രൽ ബോണ്ടിന്റെ ഡെവല്യൂഷനെ കുറിച്ചിട്ടുള്ള അറിയുവാൻ വേണ്ടിയിട്ട് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം അപേക്ഷിച്ചു. എന്നാൽ ഇത് ഒരു പബ്ലിക് കോഴ്സിൽ വരുന്ന ഒന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത്തരം അപേക്ഷകളെ നിരാകരിക്കുകയാണ് ബാങ്ക് ചെയ്തത്. ഇത്തരത്തിലുള്ള അതുപോലെ രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? ബാങ്കിന് ഈ തരത്തിലുള്ള ഇലക്ട്രൽ ബോണ്ടിന്റെ സെയിൽ പ്രകാരം എത്രയാണ് ഇവർക്ക് ലാഭം കിട്ടിയത്? അതൊരു
പബ്ലിക് അല്ലെങ്കിൽ ഒരു ഡൊമൈനിൽ വരുന്ന ചോദ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ചോദ്യത്തെയും നിരാകരിച്ചു. ദാറ്റ് മീൻസ് ഇത്തരത്തിൽ എത്ര ഫൗണ്ടാണ് പാർട്ടികൾക്ക് വന്നിട്ടുള്ളത്, ഏതൊക്കെ പാർട്ടികൾക്കാണ് വന്നിട്ടുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ആർക്കും ഉണ്ടാവുന്നില്ല. ഈവൻ പാർലമെന്റിന് ഉണ്ടാവുന്നില്ല, പബ്ലിക്കിന് ഉണ്ടാവുന്നില്ല, അതുപോലെ തന്നെ എന്താണ് ഈവൻ ഓപ്പോസിഷൻ പൊളിറ്റിക്കൽ പാർട്ടിക്കും ഉണ്ടാവുന്നില്ല. അതിനപ്പുറത്ത് ഇലക്ഷൻ കമ്മീഷന് പോലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത്. ഇപ്പം ഇലക്ഷൻ കമ്മീഷന് പോലും ഇല്ലാത്ത, പക്ഷെ the government have an access in SBI and they can loot the information as well. അപ്പൊ അവർക്ക് ഇൻഫർമേഷൻ വേണമെങ്കിൽ കളക്ട് ചെയ്യാവുന്ന ഒരു തലത്തിലാണ് ഈ ഒരു സാഹചര്യം ഇരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, ഇത്തരത്തിലേക്ക് മുന്നോട്ട് വരുമ്പോഴത്തേക്ക് എന്താണ് ഓപ്പോസിഷൻ പാർട്ടികൾക്ക് ആരാണ് ഫണ്ട് കൊടുത്തത്, എത്ര ഫണ്ടാണ് വന്നിരിക്കുന്നതെന്ന് പോലും ആർക്കറിയാൻ പറ്റും? റൂളിംഗ് പാർട്ടികൾക്ക് അറിയാൻ പറ്റും. അതെന്താണ്? ജനാധിപത്യത്തെ ചോദ്യം ചെയ്തേക്കാം എന്ന ഒരു ഐഡിയയാണ് ഈ ഓതേഴ്സ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിനൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതൊരു ഇത് അല്ലാതെ ഇത് എങ്ങനെയാണ് അറിയാൻ പറ്റുക? ചില ആളുകൾ പറയും ഓക്കെ കമ്പനികളല്ലേ, ഇപ്പൊ കമ്പനികളിൽ എന്താണ് ഏകദേശം എന്താണ് കമ്പനികൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ വെക്കും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എല്ലാ വർഷവും വെക്കും, അല്ലെങ്കിൽ ഇൻകം റിട്ടേൺസ് വെക്കും. ഈ ഇൻകം റിട്ടേൺസ് വെക്കുന്നു ഏകദേശം എന്താണ് 12 ലക്ഷത്തിലധികം കമ്പനികൾ പല രീതികളിൽ ഇന്ത്യയിലുണ്ട്. ഇത്രയും കമ്പനികളുടെ ഡേറ്റാബേസ് ആരെടുക്കും? ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ഫൈനാൻസ് ബിൽ ഓഫ് 2017 amended section 182 of the Companies Act of 2013 to remove the requirement of declaring aggregated donations to political parties. ഈ ഡൊണേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ടോട്ടൽ അഗ്രിഗേറ്റ് എമൗണ്ട് മാത്രം കാണിച്ചാൽ മതി, ആർക്കൊക്കെ കൊടുത്തു എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു കണക്ക് കാണിക്കേണ്ട ആവശ്യമില്ല. പകരം എന്താണ് അതിനകത്ത് ഫിലന്ത്രോപ്പിക് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ആയിട്ട് ചേർത്ത് വെച്ച് പറഞ്ഞാലും മതി, അതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു സാഹചര്യമില്ല. ഇനി അടുത്ത ഒരു പോയിന്റ് എന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഡു നോട്ട് നീഡ് ടു ഡിസ്ക്ലോസ് ദെയർ ഇലക്ടറൽ ബോണ്ട് ഡോണേഴ്സ്. സ്ട്രിക്ട്ലി സ്പീക്കിംഗ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആർ നോട്ട് ഈവൻ സപ്പോസ് ടു നോ ദെയർ ഇലക്ടറൽ ബോണ്ട് ഡോണേഴ്സ്. പലപ്പോഴും പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് അറിയണം എന്ന് പോലും നിർബന്ധമില്ല ഏതിനെ കുറിച്ചിട്ട്, ഈ ഒരു സാഹചര്യത്തെ കുറിച്ച് ആരാണ് അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത് എന്നതും അറിയില്ല. എന്നാൽ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് എന്താണ് കൃത്യവർഷമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ അക്കൗണ്ട്സ് ഇലക്ഷൻ കമ്മീഷനിൽ കൊടുക്കാൻ പറ്റും. പക്ഷെ കഴിഞ്ഞ വർഷം ഈ പാൻഡമിക്കിന്റെ കാരണം കൊണ്ട് എന്താണ് അത് ജൂൺ 30 മുൻപ് സമർപ്പിച്ചാൽ മതിയാവും. ഇൻ കേസ് അങ്ങനെ സമർപ്പിക്കുകയാണെങ്കിൽ പോലും എന്താണ് ഇതുവരെയും എന്താണ് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് BJP ഇതുവരെയും അങ്ങനെ ഒരു കണക്ക് സബ്മിറ്റ് ചെയ്തിട്ടില്ല. ജൂൺ 30 വെച്ചിരിക്കുന്ന ഡേറ്റ്. അങ്ങനെ സബ്മിറ്റ് ചെയ്താൽ പോലും എന്താണ് ചെയ്യുക? Even if these reports are submitted on time, there is no way to match a donation of a company to that received by a political party as only aggregate amounts are available. അവരുടെ കോൺട്രിബ്യൂഷൻ എത്രയാണ് എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് കമ്പനിയായിട്ട് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്താണ് 2017 ഫൈനാൻസ് ബിൽ 2017 പറയുന്നു 2013 കമ്പനീസ് ആക്ടിനുണ്ടായിരുന്ന സെക്ഷൻ 182 അമെൻഡ് ചെയ്തു. അതിന്റെ റിസൾട്ട് എന്താണ്? കമ്പനികൾക്ക് ആർക്കൊക്കെ ഈ കോൺട്രിബ്യൂഷൻസ് കൊടുത്തു എന്നതിനെ കുറിച്ചിട്ടുള്ള ഡിവൈഡഡ് അല്ലെങ്കിൽ സെഗ്രിഗേറ്റഡ് എമൗണ്ട് കൊടുക്കേണ്ട, പകരം എന്താണ് എത്ര കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നതിനെ കുറിച്ച് മാത്രം കൊടുത്താൽ മതി. അതുകൊണ്ട് തന്നെ ഏതൊക്കെ പൊളിറ്റിക്കൽ പാർട്ടിക്ക് എത്രയൊക്കെയാണ് ഏത് കമ്പനിയാണ് കൊടുത്തത് എന്നറിയാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രോബ്ലം ആയിട്ട് പറയുന്നത്. അടുത്തത് ഇതിനകത്ത് നേടിയെടുക്കുന്നത് ആരാണ്? വിന്നേഴ്സ് ആരാണ്? ഗവൺമെന്റും അതുപോലെ തന്നെ കോർപ്പറേറ്റുകളും മാത്രമാണ്. The corporate can push the fund to the political party and political party will push this society as per their whims and fantasies. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്രോബ്ലം ആയിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു പ്രോജക്ട് എന്ന് പറയുന്നത്. അടുത്ത ഒരു ഇഷ്യൂ ആണ് നമ്മൾ ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം എൽ സാൽവദോർ ജൂൺ 9 എന്താണ് ഈ ക്രിപ്റ്റോ കറൻസി എന്താണ് അവരുടെ ഒഫീഷ്യൽ ട്രാൻസാക്ഷന് വേണ്ടി ഉപയോഗിച്ചു. അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ ഇതിനകത്ത് ഇന്ത്യയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഒരു ലൈൻ ഓഫ് ഈവന്റ് മാത്രമാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. The cryptocurrency market in India has developed in a largely laissez-faire regulatory space since the first recorded cryptocurrency transaction in 2010. 2010 മുതലുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ, സാഹചര്യം നോക്കുകയാണെങ്കിൽ ഒരു വലിയ സ്വിങ്ങിലൂടെയാണ് ഈ ക്രിപ്റ്റോ കറൻസി ഇന്ത്യയിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ബിറ്റ്വീൻ 2013 and 2018
the government response to the rise of virtual currencies was cautionary. ഇവർക്ക് ആദ്യം പറഞ്ഞ എന്താണ്, ഒരു കൃത്യമായിട്ടുള്ള ഒരു അപകടകരമായിട്ടുള്ളതാണ്, ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്ത് സൂക്ഷിച്ചു വേണം, ഇങ്ങനെയുള്ള കുറെ പ്രോബ്ലംസ് ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിരുന്നു. ഗവൺമെന്റ് അവർ അതിനെക്കുറിച്ചിട്ട് കാരണം ഏറ്റവും സംശയിച്ചുകൊണ്ടിരുന്നത് ഇതിന്റെ അനോണിമിറ്റിയും വോളറ്റിലിറ്റിയുമാണ്. അപ്പോൾ എന്താണ്, ഇതൊരു ക്രിപ്റ്റോ കറൻസിയാണ്, ബ്ലോക്ക് ചെയിൻ ഇനേബിൾഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി മാത്രമാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, പലപ്പോഴും ഹാക്ക് ചെയ്യപ്പെടാം, പല ആളുകൾക്കും പൊട്ടൻഷ്യൽ ലോസുകൾ ഉണ്ടാവാം, ഇങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കി വെച്ചിരുന്നു. എന്നാൽ 2018 RBI എഫക്റ്റീവ്ലി ഇമ്പോസ്ഡ് എ ബാൻ ഓൺ ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ്. ഒരു തരത്തിലുള്ള ട്രേഡിംഗ് ഇന്ത്യയിൽ വേണ്ട എന്ന് 2018 തീരുമാനിച്ചു. പക്ഷേ ആ തീരുമാനം 2020 പുനഃപരിശോധിക്കുകയും the court reasoned that there was an alternative regulatory measure sought out the right ban through which RBI could have achieved its objective of curbing that risk associated with cryptocurrency trading. While the court had an opportunity to put a label on the legal nature of the cryptocurrencies, it stepped away from that kind of ആക്ടിവിറ്റി. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് കോടതി മുന്നോട്ട് മാറി നിന്നിട്ടുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ ക്രിപ്റ്റോ കറൻസിയെ കുറിച്ചിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ്സ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. പല രാജ്യങ്ങളിലും ഇത് ക്രിപ്റ്റോ കറൻസി അവരുടെ ഒഫീഷ്യൽ ട്രാൻസാക്ഷന് വേണ്ടി ഉപയോഗിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എൽ സാൽവദോർ, UK, അതുപോലെ തന്നെ ചൈന പോലുള്ള രാജ്യങ്ങൾ പലപ്പോഴും അതിനെ വേണ്ടുന്ന ഡിജിറ്റൽ കറൻസി പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ വിൽ ഹാവ് ടു വെയിറ്റ് സം മോർ ടൈം ഫോർ ക്രിപ്റ്റോ കറൻസി ടു ബി ഡിക്കോഡഡ് in a proper way. So ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളായിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സോഷ്യൽ ഇഷ്യൂസിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് RK-Vich ഛത്തീസ്ഗഡിലെ ADGP ആയിരിക്കുന്ന അദ്ദേഹം എഴുതിയ ആർട്ടിക്കിൾ. So go through this article very seriously and make notes and study well and wish you good luck. Thank you.